പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യന് സ്വന്തമായി അവകാശപ്പെടാൻ എന്താണുള്ളത്? അവൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചത് അവനല്ല. അവൻ ജനിക്കുന്ന ദേശം, കാലഘട്ടം തുടങ്ങിയവ തീരുമാനിച്ചതും മനുഷ്യനല്ല. മനുഷ്യൻ്റെ ശരീരം എങ്ങനെയായിരിക്കണം, അതെങ്ങനെ പ്രവർത്തിക്കണം, ഓരോ അവയവവും ഏത് ധർമ്മം നിർവഹിക്കണം തുടങ്ങിയവ തീരുമാനിച്ചതും മനുഷ്യനല്ല. മനുഷ്യൻ്റെ നിറം, മനുഷ്യൻ്റെ ഉയരം തുടങ്ങി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ തീരുമാനിച്ചതല്ല എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വെച്ചുകൊണ്ട് പലരും ദൈവം ആവശ്യമില്ല, ഇത് ശാസ്ത്രത്തിൻ്റെ കാലഘട്ടമാണ്, എല്ലാം തന്നെ ശാസ്ത്രമാണ് തീരുമാനിക്കുന്നത് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ, തലച്ചോറ് ആണല്ലോ. ഈ തലച്ചോറ് രൂപകൽപ്പന ചെയ്യുന്നതിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും മനുഷ്യന് എന്ത് പങ്കാണുള്ളത്? ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മനുഷ്യന് യാതൊന്നും തന്നെ സ്വന്തമായി അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പോലും ഇതൊന്നും അറിയാത്ത രൂപത്തിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യും. ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത് എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി സംഘടനയുടെ വിപുലമായ ഒരു മീറ്റിംഗ് കൊച്ചിയിൽ വെച്ചോ മറ്റോ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മീറ്റിംഗാണ്. അധികവും യുവാക്കളൊക്കെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം തന്നെ ശാസ്ത്രമാണ് നിയന്ത്രിക്കുന്നത് എന്ന രൂപത്തിലാണ് അവരുടെ എല്ലാ പരിപാടികളുടെയും സ്വഭാവം. നിരീശ്വരവാദം എന്നതിനപ്പുറം അവർ ഒരു സംഘപരിവാർ സ്പോൺസേഡ് പ്രവൃത്തിയാണ് ഈയിടെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ സംഘപരിവാർ സ്പോൺസേഡ് പരിപാടിയാണെങ്കിലും അവർ പറയുന്നത് ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം തീരുമാനിക്കുന്നത് ശാസ്ത്രമാണ് എന്നുള്ളതാണ്. ഈ ശാസ്ത്രത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത് മനുഷ്യനാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനാണ്. ഈ ബ്രെയിൻ മനുഷ്യൻ്റെ വകയാണ്. മനുഷ്യൻ രൂപകൽപ്പന ചെയ്തതാണോ ഈ ബ്രെയിൻ? അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ ധർമ്മങ്ങൾ ഇതൊക്കെ നിശ്ചയിച്ചത് മനുഷ്യനാണ്. ഇങ്ങനെ സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുന്നത് എന്തുമാത്രം വിരോധാഭാസമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം അവരുടെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഒന്ന്, ശാസ്ത്രം എന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങളാകട്ടെ നടത്തുന്നതൊക്കെ മനുഷ്യൻ്റെ തലച്ചോറ്, മസ്തിഷ്കമാണ്. മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തത് മനുഷ്യനാണോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്നത്? ശാസ്ത്രത്തിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്ക് എന്തുകൊണ്ട് അവകാശപ്പെടാൻ കഴിയുന്നു എന്ന രൂപത്തിൽ ചോദ്യം ചോദിച്ചു. മറ്റൊരു ചോദ്യം എൻ്റേതായിട്ട് ചോദിച്ചത്, നിത്യജീവിതത്തിൽ വ്യവസ്ഥാപിതമായൊരു സംവിധാനം സ്വമേധയാ ഉണ്ടാകുന്നത് ഒന്ന് കാണിച്ചു തരാമോ? ഒരു സിംഗിൾ ഉദാഹരണം ഉന്നയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള കമൻസാണ് അവർ ഇടുന്നത്. അതിനൊരു ഉദാഹരണം കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം എന്ന രൂപത്തിൽ, ചോദിച്ച ആളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചോദിച്ച ആളുടെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലാണ് അവർ പ്രതികരിക്കുക. അപ്പോൾ നമ്മുടെ യുവത ഇതിനെക്കുറിച്ചൊക്കെ
ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. നമ്മുടേതായിട്ടൊന്നും നമുക്കില്ല, എല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. ഈ തീരുമാനിക്കപ്പെട്ട തീരുമാനങ്ങളൊക്കെ ആരുടേതാണോ അവനാണ് ഇതിൻ്റെയൊക്കെ ഉടമാവകാശം. ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കി, സ്വന്തമായിട്ടൊരു തലച്ചോറ് രൂപകൽപ്പന ചെയ്ത്, സ്വന്തമായിട്ട് അതിന് ഊർജം നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഭക്ഷണങ്ങളൊക്കെ നൽകി, എല്ലാം സ്വന്തമായിരിക്കണം. എല്ലാം സ്വന്തമായിട്ട് അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നമുക്കത് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ തള്ളിപ്പറയാൻ കഴിയുക. അല്ലാണ്ട് ദൈവം നിർമ്മിച്ച വസ്തുക്കളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യനല്ല ഇതൊന്നും നിർമ്മിച്ചതും സംവിധാനിച്ചതും പ്രവർത്തിപ്പിക്കുന്നതും എന്ന കാര്യമെങ്കിലും യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് മനസ്സിലാകേണ്ടതില്ലേ? ഇപ്പോൾ വളരെ ദയനീയമാണ് ഇവരുടെ കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, എല്ലാവരും തന്നെ ഇവിടുന്ന് വലിയ വീമ്പിളക്കുമെങ്കിലും അവസാനം എത്തിച്ചേരുന്നത് സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന ദൈവം തമ്പുരാന്റെ മുമ്പിലാണ് എന്ന് നമുക്കറിയാം. അപ്പം അവിടെ ദൈവം പറയുന്നത് ഐ ഡിഡ് നോട്ട് ഹാം യു ഇൻ എനി വേ, യു ഡിഡ് ഹാം ടു യുവർ സെൽഫ് എന്ന് പറയുമെന്നാണ്. എന്തുകൊണ്ടാണ്? സ്വന്തം തന്നെ ശവക്കുഴി തോണ്ടുന്ന പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് പടച്ചവൻ്റെ മുമ്പിലെത്തുമ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അല്ലാതെ പടച്ചവൻ ഒരു നിലക്കും ആരോടും അളവ് പോലും അനീതി ചെയ്യുന്നില്ല. പിന്നെ ശിക്ഷ ഏറ്റുപോകും അല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ലല്ലോ. നഷ്ടപ്പെടാൻ പോകുന്നത് ശാശ്വതമായ ലോകമാണ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം അനന്തമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അച്ചടക്കമുള്ള ജീവിതം നയിക്കാനുള്ള മടി കൊണ്ടാണ്, തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയാണ്, എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവത്തെ നിഷേധിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു ബേസുമില്ലാതെ, ഒരു അടിസ്ഥാനമില്ലാതെ, ഒരു തെളിവും പറയാൻ കഴിയാതെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ തെറി വിളിച്ചുകൊണ്ടും അവരെ ആക്ഷേപിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ എസൻസ് ഗ്ലോബലുകാരെ കുറിച്ച് പറയാം.